8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ പങ്കാളികൾക്ക് അവരുടെ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും സമർപ്പിക്കാനുള്ള സമയപരിധി വീണ്ടും നീട്ടി. ജൂൺ 15 വരെയാണ് തീയതി നീട്ടിയിട്ടുള്ളത്. പുതുക്കിയ ശമ്പള സ്കെയിലുകൾ 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ശമ്പള കുടിശ്ശിക ഇതിനകം കുമിഞ്ഞുകൂടുകയാണ്. ലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും 8ാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട ശമ്പള വർധനവിനായി കാത്തിരിക്കുകയാണ്. പെൻഷനുകൾ, വിരമിക്കൽ സുരക്ഷ, ദീർഘകാലമായി കാത്തിരുന്ന ശുപാർശകൾ തുടങ്ങിയവയൊക്കെ എപ്പോൾ എത്തുമെന്ന ചർച്ചകൾ സജീവമാണ്. ഇതിനിടെ 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ പങ്കാളികൾക്ക് അവരുടെ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും സമർപ്പിക്കാനുള്ള സമയപരിധി വീണ്ടും നീട്ടിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പാനൽ അതിന്റെ ശുപാർശകൾ അന്തിമമാക്കുന്നതിന് മുൻപ് ജീവനക്കാരുടെ ഗ്രൂപ്പുകൾക്കും യൂണിയനുകൾക്കും പെൻഷൻകാർക്കും അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ കമ്മീഷൻ കൂടുതൽ സമയം അനുവദിച്ചിരിക്കുകയാണ്. ജൂൺ 15 വരെയാണ് 8ാം കേന്ദ്ര ശമ്പള കമ്മീഷന് മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടിയത്. മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതിനുള്ള അവസാന സമയപരിധിയാണെന്നും കൂടുതൽ വിപുലീകരണം അനുവദിക്കില്ലെന്നും കമ്മീഷൻ പുതിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ മാത്രമേ മെമ്മോറാണ്ടങ്ങൾ സമർപ്പിക്കാവൂ എന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മെയ് 31 വരെയായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയപരിധി. രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലുള്ള ജീവനക്കാരുടെ സംഘടനകൾ, യൂണിയനുകൾ, പെൻഷനർ അസോസിയേഷനുകൾ, സർക്കാർ പങ്കാളികൾ എന്നിവരുമായി കമ്മീഷൻ കൂടിയാലോചനകൾ ആരംഭിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ പ്രതിനിധികളുമായി നിരവധി മീറ്റിംഗുകൾ ഇതിനകം നടന്നുകഴിഞ്ഞു. അതേസമയം പ്രാദേശിക കൂടിയാലോചനകൾ തുടരുകയാണ്. ശമ്പളം, പെൻഷനുകൾ, അലവൻസുകൾ, മറ്റു സേവന സംബന്ധമായ കാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്ക് ശേഖരിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2025 നവംബറിൽ രൂപീകരിച്ച 8ാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ സമർപ്പിക്കാൻ 18 മാസത്തെ സമയം നൽകിയിട്ടുണ്ട്. ഈ സമയക്രമം അടിസ്ഥാനമാക്കി അതിന്റെ റിപ്പോർട്ട് 2027 മധ്യത്തോടെ പ്രതീക്ഷിക്കുകയാണ്. എന്നിരുന്നാലും നടപ്പിലാക്കുന്നതിലെ ഏതെങ്കിലും കാലതാമസം സാമ്പത്തിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം. പുതുക്കിയ ശമ്പള സ്കെയിലുകൾ 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ ശമ്പള കുടിശ്ശിക ഇതിനകം കുമിഞ്ഞുകൂടുകയാണ്. ശുപാർശകൾ സമർപ്പിക്കുന്നതിനപ്പുറം നടപ്പാക്കൽ വൈകിയാൽ കുടിശ്ശികയായി നൽകേണ്ട തുക ഇനിയും ഉയരും. നടപ്പാക്കുന്നതിലെ ഏതൊരു കാലതാമസവും ജീവനക്കാരെയും സർക്കാർ ധനകാര്യത്തെയും നേരിട്ട് ബാധിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.